വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സും ഇംപ്ലാന്റേഷൻ നടക്കാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു നമ്പർ 1 ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബ് വിസിറ്റ് ചെയ്തതിന് ശേഷം നോക്കുക കേട്ടോ. അതിലൊരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണോ ഫോളോ ചെയ്തത് അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്തിട്ട് 24 അവേഴ്സിനകത്ത് നിങ്ങൾക്ക് റിപ്ലൈ ലഭിച്ചിട്ടില്ലെങ്കിൽ ഡെയിലി ഞാൻ ഒരു ലൈവ് സെഷൻ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടൈം എപ്പോഴാണെന്ന് കമ്മ്യൂണിറ്റി ടാബ് വഴി നിങ്ങളെ നേരത്തെ തന്നെ അറിയിക്കുന്നതായിരിക്കും. ലൈവിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആ സമയത്ത് പറ്റില്ലെങ്കിൽ കൂടി തന്നെ നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ സംശയം എന്താണെന്ന് ആ ലൈവിൽ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ലൈവ് വരുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻട്രാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും ലൈവിൻ്റെ ടൈം എപ്പോഴാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ടിപ്സും അതുപോലെ അഡ്വൈസസും ഒക്കെ തന്നെ. ഡോക്ടർ പറയുന്ന ടിപ്സിനോടൊപ്പം നമ്മുടെ ചാനലിൽ പറയുന്ന മറ്റുള്ള ഹോം റെമഡീസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ഒരു ഫെർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ടാണ്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. പ്രഗ്നൻസി നോക്കുന്നവർക്ക് പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിൽക്കുന്ന സമയം മുതൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഒരു ഫുൾ ടൈം വരെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു യോഗ പോസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. ഫെർട്ടിലിറ്റി എക്സസൈസ് എന്താണ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതെന്താണെന്ന് ആദ്യം തന്നെ പറയാം. നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളായിട്ടുള്ള ഫലോപ്പിയൻ ട്യൂബ്, ഓവറീസ്, നമ്മുടെ 2 ഓവറീസ്, 2 ഫലോപ്പിയൻ ട്യൂബ്, നമ്മുടെ യൂട്രസ്, സെർവിക്സ്, വജൈന, ഇങ്ങനെ നമ്മുടെ എല്ലാ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിലോട്ടും റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടുമുള്ള പ്രത്യുൽപാദന അവയവങ്ങളിലോട്ടുമുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഫെർട്ടിലിറ്റി യോഗാസ് എന്ന് പറയുന്നത്. മറ്റുള്ള യോഗ പോസിനിൽ നിന്നും ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും അതുകൊണ്ടാണ്. ഇത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ലോവർ അബ്ഡമൻ പോർഷനിലോട്ടും പെൽവിക്കിലോട്ടുമുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി ആകാനും എഗ്ഗിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഒരുപാട് വിറ്റമിൻ സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ന്യൂട്രീഷൻ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ബ്ലഡ് പ്രഷറിലുണ്ടാകുന്ന വേരിയേഷൻസ് കൊണ്ടും കുഞ്ഞിലോട്ടും അതുപോലെ ഓവറീസിലോട്ടും ഒക്കെ രക്തയോട്ടം പ്രിപ്പയർ ആയിട്ട് കൃത്യമായിട്ട് നടക്കാതിരുന്നു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിനും അതുപോലെ കുഞ്ഞിന്റെ ഗ്രോത്ത് ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാലും പകുതിക്ക് വെച്ച് തന്നെ ഗ്രോത്ത് നശിച്ചു പോകുന്നതിനും ഈ ഒരു കാര്യം, അതായത് ബ്ലഡ് പ്രഷറിൽ ഉണ്ടാകുന്ന ആ ഒരു ബ്ലഡ് സർക്കുലേഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് നമുക്ക് സംഭവിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് സുപ്ത കബോധാസനയെ പറ്റിയിട്ടാണ്. റിക്ലൈൻഡ് പീജിയോൺ പോസ്. ഒരുപാട് ഫെർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. കാണാൻ വേണ്ടിയിട്ട് ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. അതിലെല്ലാ എക്സസൈസും അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സുപ്ത കബോധാസന എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് ഞാനിവിടെ ഇമേജ് കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിലോ യോഗ മാറ്റിലോ കിടക്കുക. അതിനുശേഷം നമ്മുടെ ഏതെങ്കിലും ഒരു കാലിൻ്റെ ഒരു തൊടയുടെ ഭാഗം വെച്ചിട്ട് നമ്മൾ കൈകൾ ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്ത് വെക്കുക. അതിന് മുൻപായിട്ട് ഏത് കാലാണോ നമ്മൾ ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് മുകളിലോട്ട് മറ്റേ കാല് എടുത്തു വെക്കുക. അതിൻ്റെ നമ്മുടെ കാലിൻ്റെ പാദം ഉയർത്താനായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാലിൻ്റെ മുകളിലായിട്ട് വെക്കുക. ദാ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതൊന്നും അല്ല ഈ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് ഒരു കാല് ഹോൾഡ് ചെയ്ത് പിടിക്കുക, അടുത്ത കാല് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കയറ്റി വെക്കുക. നിങ്ങൾ ആ ഒരു പോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ കാല് കയറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ കയറ്റി വെച്ച ഭാഗത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് വലിയുന്ന പോലുള്ളൊരു വേദന ഉണ്ടാകാം. നമ്മൾ ആ ഭാഗത്തെ മസിൽസ് ഒക്കെ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇതുപോലെ വലിയുന്നത് പോലുള്ളൊരു വേദനയും ഇറിറ്റേഷനും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കേട്ടോ. ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, അതുപോലെ തന്നെ സ്ലോലി ബ്രീത്ത് ഔട്ടും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു എക്സസൈസ് 10 to 15 മിനിറ്റ്സ് വരെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇത് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും നമ്മുടെ ഹിപ്പിന്റെ പോർഷൻ നന്നായിട്ട് അങ്ങോട്ട് വികസിച്ചിട്ടുണ്ട്. ഇത് അതുകൊണ്ട് തന്നെ ഹിപ്പ് സ്ട്രെച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് കേട്ടോ. അത് നമ്മുടെ ഒരുപാട് ആക്ടിവിറ്റീസ് നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ തൈസ്, ഇന്നർ തൈസിന്റെ പോർഷനൊക്കെ സ്ട്രെങ്തൻ ആകുന്നതിന് വേണ്ടിയിട്ടും ഇത് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലോവർ ബാക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് വഴി കിട്ടുന്നുണ്ട്.
അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു എന്നതാണ്. ഇത് ഏറ്റവും കൂടുതൽ ഈ ബ്ലഡ് സർക്കുലേഷൻ പോകുന്നത് അടിവയറിന്റെ താഴെയുള്ള പോർഷൻസിലും പെൽവിക്കിന്റെ ഭാഗത്തുള്ള പോർഷൻസിലും ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നടുവിന്റെ ഭാഗത്തോട്ടും നമ്മുടെ തൊടയുടെ ഭാഗത്തോട്ടും ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ അബ്ഡോമൻ ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്ന ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട ഒരു ബെനിഫിറ്റ് ആണ് അബ്ഡോമൻ ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ പ്രത്യുൽപാദന അവയവങ്ങളും ഓൾമോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അടിവയറിന്റെ ഭാഗത്തായിട്ടാണ്. ഇനി പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓവറീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും ഓവറീസിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ തന്നെ അണ്ടം വളർന്ന് പൊട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇത് തരുന്നു. ഇനി ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിന് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിനും അതിൽ മറ്റുള്ള തടസ്സങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ എഗ്ഗിന് മൂവ് ചെയ്യുന്നതിന് സ്പേമുമായിട്ട് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ഇത് ഉണ്ടാക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് നല്ലോണം തിക്കണായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ വന്നിട്ട് ഇത് ഇംപ്ലാന്റ് ആയി കഴിയുമ്പോൾ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ടേക്ക് പോകുന്നതിനും ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോയ്ക്ക് വളരുന്നതിന് വേണ്ടിയിട്ടും കുഞ്ഞിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഓക്സിജനും അതുപോലെ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയുമൊക്കെയാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ്. അടുത്ത് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഇമോഷണൽ ബാലൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. എല്ലാ തരത്തിലുള്ള യോഗ പോസും നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ ഒന്ന് സപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഇമോഷണലി ഒന്ന് സ്റ്റേബിൾ ആകുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നവയാണ്. അതുകൊണ്ട് നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം എന്താകും എങ്ങനെയാകും എന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുകയും ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാവുകയും ആ സ്ട്രെസ് കംപ്ലീറ്റ് ആയിട്ട് ശരീരത്തിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഇത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം നമ്മുടെ മൈൻഡ് കാം ആക്കി വെക്കുന്നതിനും പോസിറ്റീവ് ആക്കി വെക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്ത ഏറ്റവും കൂടുതൽ കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ലോവർ ബാക്കിൽ ഉണ്ടാകുന്ന പെയിൻ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ലോവർ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹിപ്പിൽ ഉണ്ടാകുന്ന വേദനയും. എനിക്ക് പേഴ്സണലി ഈ ഒരു ടൈമിലൊക്കെ നന്നായിട്ടൊരു ഹിപ്പിന് വേദന ഉണ്ടായിരുന്നു. അതുപോലെ ലോവർ ബാക്ക് പോർഷനിലും നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു എക്സസൈസ് കൃത്യമായിട്ട് ഫോളോ ചെയ്തപ്പോഴേക്കും ആ ചെയ്ത് സഡൻ ആയിട്ടുള്ളൊരു മൊമെന്റിൽ തന്നെ നമുക്ക് ആ ഒരു വേദന ഒന്ന് കുറയുന്നതായിട്ട് മനസ്സിലാകും. നല്ലതുപോലെ നമ്മൾ കാല് ഉയർത്തി പിടിച്ചിട്ട് അങ്ങോട്ട് വലിക്കുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് നമ്മുടെ ലോവർ ബാക്കിനും ഒരു മസാജിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. അതുമൂലമാണ് ലോവർ ബാക്കിലെ ഒരു പെയിൻ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കാരണമാകുന്നത് കേട്ടോ. ഫുഡ് കഴിച്ച് ഉടനെയുള്ള സമയത്തല്ലാതെ ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. പീരിയഡ്സ് ടൈമിൽ ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്യാൻ പലർക്കും താല്പര്യം ഉണ്ടാവില്ല. കാല് പൊക്കിയിട്ടൊക്കെ ചെയ്യാനായിട്ടും വേദന ഡിസ്കംഫർട്ടൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു സമയത്തൊക്കെ എക്സസൈസ് ചെയ്യാൻ പലർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാത്ത ആളുകൾ, അങ്ങനെ ഇഷ്യൂസ് ഉള്ള ആളുകൾ പീരിയഡ്സിന്റെ ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം മുതൽ കൃത്യമായിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുക. ഒരു ദിവസം ഒരു 15-20 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ സൈഡിൽ എന്തെങ്കിലും പാട്ട് കേട്ടിരുന്നിട്ട് നല്ല പോസിറ്റീവ് ഫീലിങ്സ് തരുന്ന ഒരു പാട്ട് സൈഡിൽ പ്ലേ ചെയ്തിട്ട് ഈ ഒരു എക്സസൈസ് ഒക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിൽ കിടക്കുക. ഒരു കാലെടുത്ത് ഒരു കാലിൻ്റെ പാദം എടുത്തിട്ട് മറ്റേ കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗത്തായിട്ട് വെക്കുക. ദെൻ ആ വെച്ച കാല് അതിൻ്റെ ആ ഭാഗത്ത് തന്നെ ഇരിക്കും. നമ്മൾ ഏത് കാലിൻ്റെ മുകളിലോട്ടാണോ ഇതെടുത്ത് വെച്ചത് ആ ഒരു കാല് ആ കാലിൻ്റെ തുട നമ്മുടെ കൈ വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് നിൽക്കുക. അത്രയേ ഉള്ളൂ ഈ ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റിക്ലൈൻഡ് PG ഓൺ പോസ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലൈവായിട്ടൊരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ യൂട്യൂബിൽ അതുപോലെ ഇൻസ്ട്രക്ടേഴ്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നതാണ്. ഏറ്റവും കൂടുതൽ ആയുർവേദം അതുപോലെ തന്നെ അതൊക്കെ ഉപയോഗിച്ചിട്ട് പ്രഗ്നൻസി നോക്കുന്ന ആളുകൾക്ക്, അതുപോലെ അക്യുപഞ്ചറൊക്കെ ചെയ്യുന്ന ആളുകൾക്ക്, യോഗ ചെയ്യുന്ന ആളുകൾക്കൊക്കെ എല്ലാ ഡോക്ടേഴ്സും ഒരുപോലെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത്തരത്തിലുള്ള യോഗ പോസുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.